നിന്നെ പോലൊരാൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. നീ ഇല്ലെങ്കിൽ പോലും നിന്റെ ജാതകത്തിൽ പിറന്ന ഒരുപാട് പെൺകുട്ടികളെ ഞങ്ങൾക്ക് കിട്ടും. നിനക്ക് ഞങ്ങളുടെ മുന്നിൽ ഒരു നിമിഷം പോലും നിൽക്കാനുള്ള അർഹതയില്ല. ഇറങ്ങിപ്പോ. അറിയാതെ എന്തൊക്കെയാ സംഭവിച്ചു പോയി. ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്ക്. നിന്നെ പോലുള്ളവർക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളണം. ഇനിയും സംസാരിച്ച് നിൽക്കണ്ട ചേട്ടാ, പുറത്താക്ക്. പുറത്തു പോ. അവരുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാ ഞാൻ കണ്ട ദുസ്വപ്നം സത്യമാകും. അങ്ങനെ സംഭവിക്കരുതെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ വരണം. പൂജാമുറിയിൽ നിന്നും ആ സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും പുറത്തെടുക്കണം. എന്നെ പോലുള്ള പെൺകുട്ടികളുടെ അടുത്ത് നിന്നെ പോലുള്ള അമ്മമാർക്ക് ശക്തിയുണ്ടെന്ന് പറഞ്ഞാ അത് തള്ളാണെന്നേ കരുതൂ. പക്ഷേ ഞാൻ അന്നൊരിക്കല് നിന്റെ ശക്തി തിരിച്ചറിഞ്ഞതാ. ഇപ്പൊ എനിക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല. പക്ഷേ എങ്ങനെയെങ്കിലും അകത്ത് കിടക്കുന്ന ആ സർട്ടിഫിക്കറ്റ് പുറത്തെടുക്കണം. എങ്ങനെയാ? എല്ലാവരും നല്ല ഉറക്കത്തിലാ. ഈ സമയത്ത് ആരും പുറത്തേക്ക് വരില്ല. യെസ്, എനിക്ക് ആ പൂജാമുറിയിലേക്ക് കേറാൻ പറ്റാത്തത് കൊണ്ടാ നിന്നെ പറഞ്ഞയക്കുന്നത്. നീ എനിക്ക് എങ്ങനെയെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ഒന്ന് കണ്ടെത്തി തരണം. എന്റെ കൺമുന്നിൽ വെച്ച് അകത്തേക്ക് കേറിപ്പോയ സർട്ടിഫിക്കറ്റ് ഇത്ര ദിവസമായിട്ടും വേദവതിയുടെ കണ്ണിൽ പെട്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് അമ്മയുടെ മണ്ഡപത്തിന് താഴെയായിരിക്കും.
വേദ, എന്തു പറ്റി? സ്വപ്നത്തിൽ ഞാൻ അമ്മയെ കണ്ടു ചേട്ടാ. മുൻപ് ഇങ്ങനെയെല്ലാം സംഭവിച്ചപ്പോ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് റിലാക്സ് ആകാറില്ലേ പതിവ്? വാ, നമുക്ക് പോ. ശരി. നിഹാരിക, എന്താ ശബ്ദം? നോക്കാം വാ. എന്താന്ന് നോക്കാം വാ. ഓ, എന്തൊരവസ്ഥയാ ഇത്. ഉറങ്ങിയവരൊക്കെ എണീറ്റത് എങ്ങനെയാ? ഞാൻ ഇവരുടെ കണ്ണിൽ പെട്ടത് എങ്ങനെയാ? ഇനി ഇവരോട് എന്ത് മറുപടിയാ പറയാ? പൂജാമുറിയുടെ വാതില് തുറന്ന് നീ എന്താ ചെയ്യുന്നേ? ആ, അത് പിന്നെ അമ്മ, അത് ഇതെങ്ങനെ വീണത്? നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ശരിക്കും എന്താ ഉണ്ടായത്? ഉറങ്ങേണ്ട സമയത്ത് മാറാലത്തിട്ട് കൈപിടിച്ച് എന്തൊക്കെയാ ചെയ്യണം നിഹാരിക? ചോദിച്ച ചോദ്യത്തിന് ഉത്തരം താ നിഹാരിക. അത് പിന്നെ ഒന്നുമില്ലമ്മേ. ഞാൻ മാറല തട്ടുമായിരുന്നു. ഈ സമയത്തോ? നട്ടപ്പാതിരിക്ക് കുളത്തിൽ ചൂണ്ടിടാൻ വന്നാന്ന് പറഞ്ഞ പോലെ നീ പറയുന്നത് ഒന്നും അങ്ങോട്ടേക്ക് സിങ്ക് ആവുന്നില്ലല്ലോ. എനിക്ക് ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്താ കുറച്ച് സമയം കളയാനും പറ്റും. ക്ഷീണം തോന്നിയാ ഉറക്കവും വരുമെന്ന് കരുതി ചെയ്തു പോയതാ. വേറെന്തോ കാര്യത്തിനു വേണ്ടി വന്നതാ. എല്ലാവരും ചേർന്ന് പിടിച്ചപ്പോ വെറുതെ എന്തൊക്കെയോ പറയാ. നിങ്ങളെല്ലാവരും പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ മാറാല തട്ടാൻ വന്നതാണെങ്കില് അമ്മയുടെ പൂജാമുറി നീ എന്തിനായിരുന്നു തുറന്നേ? അമ്മ ഇപ്പൊ ചോദിച്ചതിലും കാര്യമില്ലേ നിഹാരികെ? ഉത്തരം പറ. അത് പിന്നെ അത് നീ എന്തിനാ ഉരുണ്ട് കളിക്കുന്നേ? ചോദിച്ച കാര്യത്തിന് മറുപടി പറ. അല്ലെങ്കിലും സമയവും സന്ദർഭവും ഒന്നും നോക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചെയ്യോ? എനിക്കിതെന്തോ അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല അമ്മേ. ഇതിനൊരു കാരണം ഉണ്ടാവനി. എന്താ അത്? കല്യാണ മുഹൂർത്തം അടുത്ത് വരികയല്ലേ. 6-ാം തീയതിക്ക് ഇനി ഒരുപാട് സമയമൊന്നുമില്ല. നേരത്തെ തന്നെ നമ്മുടെ വീട്ടില് കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയ നന്നാകുമെന്ന് തോന്നിയതുകൊണ്ട് ഇങ്ങനെ അങ്ങ് തുടങ്ങാന്ന് കരുതി. ഇതില് എന്തെങ്കിലും തെറ്റുണ്ടോ അമ്മ? തെറ്റൊന്നുമില്ല മോളെ. പക്ഷെ ഇതൊക്കെ നീ എന്തിനാ ചെയ്യുന്നേ? ജോലിക്കാരെ വെച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. നീ ഈ വീട്ടിലെ മരുമകളാണ് മോളെ. ഇതൊന്നും നീ ചെയ്യേണ്ട മോളെ. കല്യാണമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് സ്വയം നോക്കി നടത്തണം എന്നൊക്കെ അമ്മയുടെ മുമ്പിൽ പറഞ്ഞിരുന്നു അമ്മ. തങ്കം പോലൊരു മരുമോള്. ലോകത്തുള്ള സകല മരുമക്കളെ എടുത്താലും ദ ബെസ്റ്റ് മരുമകൾക്കുള്ള അവാർഡ് ഉടൻ തന്നെ നിഹാരികയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതെന്തായാലും സത്യം.
ജാതകം മാത്രമല്ല, സ്വഭാവമാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും സംസ്കാരമാണെങ്കിലും എല്ലാ കാര്യത്തിലും നിഹാരിക ഒരു അത്ഭുതമാ. അമ്മേ, എന്താ മോളെ? ഒരു കാര്യം. പറയൂ മോളെ. എന്നെ തേക്കാനുള്ള എന്തോ പരിപാടിയായിരിക്കും. മോള് പറ. കല്യാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിഹാരികയ്ക്ക് സ്വന്തമായിട്ട് ചെയ്യണോന്ന് അവള് പറയുന്നത് കേട്ടില്ലേ അമ്മേ? അതുകൊണ്ടിങ്ങനെ മാറാല തട്ടുന്ന ജോലി കൂടാതെ മച്ചിൽ കയറ്റിവെച്ച വസ്തുക്കളും പാചക സാമഗ്രികളും എല്ലാം താഴേക്കിറക്കി നിഹാരികയെ കൊണ്ട് കഴുകിപ്പിക്കാം. അങ്ങനെ ചെയ്തൂടെ അമ്മേ? നമ്മള് വേണ്ടാന്ന് പറഞ്ഞ നിഹാരിക അത് ചെയ്യാതിരിക്കോ? അവളെ ചെയ്യൂന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. മോള് പറഞ്ഞ പോലെ അവള് ചെയ്യും. ശരിക്കും ലോക്കായില്ലേ നിഹാരിക? നിഹാരിക എന്തോ നടക്കണമെന്ന് ആഗ്രഹിച്ചു, മറ്റെന്തോ നടന്നു. അങ്ങനെ പറയുന്ന എന്തിനാ ചേട്ടാ? എന്റെ നിഹാരിക ജോലിയെല്ലാം ചെയ്യാമെന്ന് മനസ്സറിഞ്ഞോണ്ടാ പറഞ്ഞത്. എന്നിട്ട് എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നേ? കളിയാക്കിയതല്ല ചേട്ടാ, കോംപ്ലിമെന്റ്. നിന്റെ അഭിപ്രായം എന്താ? അതിനിപ്പോ എന്താച്ചാ അങ്ങനെ ചെയ്യാം. നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും ചേർക്കണ്ട, നീ തന്നെ ചെയ്തോളാന്ന് പറ. പറയ നിഹാരിക. ഞാൻ ചെയ്തോളാം. അവളത് പറഞ്ഞല്ലോ, ഇനി അവള് ചെയ്തോളും. ഭാവി മരുമകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുതെന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ അമ്മേ? നിഹാരിക തന്നെ ചെയ്തോളാന്ന് അവള് പറഞ്ഞില്ലേ മോളെ? ഇനി ഈ ചർച്ച മാറ്റിവെക്കാം. പറഞ്ഞതുപോലെ നാളെ അവളത് ചെയ്തോളൂ. ഇനി എല്ലാരും പോയി ഉറങ്ങാൻ നോക്ക്. എന്നാവാ പോകാം. അമ്മ പൂജാമുറിന്ന് സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുക്കുന്ന എന്തിനാ? രാത്രിയിലാണെങ്കിൽ നിഹാരിക മാറാലത്തട്ടി എടുത്ത് മാറാല അടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അതിനവള് പറഞ്ഞത് കല്യാണക്കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയാണെന്നാ. ഇനി അമ്മ ഇത് ചെയ്യുന്നത് എന്തിനാ? പലപ്പോഴും ഈ വീട്ടിലുള്ള ആൾക്കാരെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാ. അമ്മ അവിടെ എന്താ ചെയ്യുന്നേ? പൂജാ സാധനങ്ങൾ എടുത്ത് പുറത്തു വെക്ക, കാണുന്നില്ലേ? അതൊക്കെ എന്തിനാന്ന്? ഭാവി മരുമകളല്ലേ നീ? ഇനി അങ്ങോട്ടാ പൂജാമുറിയിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത് നീയല്ലേ? നീ തന്നെ ചോദിച്ചോ. പാവൻ നിഹാരികയ്ക്ക് ആ പൂജാമുറിയിൽ കാലെടുത്ത് വെക്കാനുള്ള ഭാഗ്യം ഉണ്ടോ എന്തോ. ഇതിപ്പോ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മയുടെ അതേ ജാതകത്തിൽ പിറന്ന നിഹാരികയ്ക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് അമ്മ പറഞ്ഞതല്ലേ ആവനി? ശരിയായിരിക്കും ഏട്ടാ, പക്ഷേ ഒന്ന് നിർത്തുന്നുണ്ടോ? അയ്യോ, എന്തിനാ നീ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നേ? ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ നിനക്ക്? നിഹാരിക, ആദ്യം നീ അമ്മയുടെ അടുത്ത് പോയി കാര്യം എന്താന്നും കാരണം എന്താന്നും ഒക്കെ ചോദിക്കേ. നമുക്കും പോ, നിങ്ങൾ വാ. അമ്മേ, എന്താ മോളെ? സാധനങ്ങളൊക്കെ പുറത്തു വെക്കുന്നത് എന്തിനാ? രാത്രി നീ പറഞ്ഞ പോലെ 6-ാം തീയതി അങ്ങ് അടുത്ത് വരുമല്ലേ? കല്യാണങ്ങൾക്കുള്ള ഒരുക്കങ്ങൾക്ക് മുമ്പ് അമ്മയുടെ പൂജാമുറി ഒന്ന് വൃത്തിയാക്കണം മോളെ. അപ്പോഴേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഇന്നലെ രാത്രി മോള് പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചപ്പോഴാ ഞങ്ങൾക്കിത് ഓർമ്മ വന്നത്. നീ കാരണം ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെ അതെ,
നിഹാരിക കാരണം ഫ്യൂച്ചറിലും ഇനി നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും. പൂജാമുറിയുടെ കാര്യം അവസാനം നോക്കുന്നതല്ലേ അമ്മേ നല്ലത്? പൂജാമുറിയുടെ കാര്യം പറയുമ്പോ എന്തിനാ മോളെ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഇതിനു മുൻപ് ഒരു തവണ ലാവണ്യക്കും ചേച്ചിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതുപോലെ നിനക്കെന്തെങ്കിലും നടന്നിരുന്നോ? എന്തോന്ന് നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവളെന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ ആവുന്നേ? എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടും നീ എന്താ മിണ്ടാതിരിക്കുന്ന നിഹാരിക? പൂജാമുറി കയറാൻ നിനക്ക് നിന്നെ പേടിയെന്ന് എല്ലാവരോടും ഇപ്പൊ പറ. നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ മുറിയിൽ കാലെടുത്ത് വെക്കേണ്ടതും പൂജ നടത്തേണ്ടതും ഒക്കെ ഞാനാ. എനിക്കെന്തിനാ പേടി? ഞാനത് കാഷ്വലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ അമ്മേ. വേറൊന്നുമില്ലല്ലോ? വേറെ ഒന്നുമില്ല. ശരിയെന്നാ ഞാൻ പൂജാമുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. നീയും എന്നെ ഒന്ന് സഹായിക്കണം. ശരി അമ്മ. നിലവിലിപ്പോ നിഹാരികയ്ക്ക് പൂജാമുറി കയറാനുള്ള യോഗമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഒരുപാട് സഹായിക്കുമായിരുന്നു. ഇന്നവൾക്ക് പറ്റില്ലായിരിക്കും. കല്യാണം കഴിഞ്ഞ പിന്നെ നിഹാരിയയ്ക്കല്ലാതെ ആ ഭാഗ്യം മറ്റാർക്കാ ഉള്ളത്? സർട്ടിഫിക്കറ്റ് കിട്ടാൻ രാത്രി കുറെ ശ്രമിച്ചിട്ടും അത് നടന്നില്ല. ഇപ്പൊ ആ മാരേജ് സർട്ടിഫിക്കറ്റ് വേദവതിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താകും അവസ്ഥ? ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാ അവനിക്ക് ഉപകാരപ്പെടൂ, എനിക്ക് ഉപകാരപ്പെടൂ. പൂജാ സാധനങ്ങൾ വൃത്തിയാക്കാം. വാ മോളെ. വൃത്തിയാക്കി സാധനങ്ങളെല്ലാം അകത്ത് വെച്ച ശേഷം ഞാൻ വിളിക്കാം. അപ്പൊ എല്ലാവരും വന്നാ മതി. ഇപ്പൊ പൊക്കോളൂ. അടുത്ത് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമെന്നാ ഞാൻ കരുതിയത്. അതവിടെയും കാണുന്നില്ലല്ലോ. എന്താ മോളെ നോക്കുന്നേ? ഒന്നുമില്ലമ്മേ. സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോ പൂജാമുറിയാകെ ശൂന്യായതുപോലെ തോന്നി. അതാ നോക്കിയത്. അതിനിപ്പ എന്താ? ഉടനെ തന്നെ എല്ലാം തിരിച്ചു വെക്കുമല്ലോ. അമ്മേ. എന്താ മോളെ? അകത്ത് നിന്ന് എല്ലാം പുറത്തേക്ക് എടുത്തില്ലേ? എടുത്തല്ലോ മോളെ. അകത്ത് വേറെ ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ. അകത്ത് വെച്ച് എന്തെങ്കിലും കിട്ടിയിരുന്നോ? എന്ത് കിട്ടാനാ? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് മോള് ഒരു തവണ ഇത് തന്നെ ചോദിച്ചിരുന്നു. ഇപ്പൊ പിന്നെയും ചോദിച്ചു. എന്റെ ഒരു ഇമ്പോർട്ടന്റ് പേപ്പർ മിസ്സായിരുന്നു. അതമ്മയ്ക്ക് കിട്ടിയോന്ന് അറിയാനായിരുന്നു. കിട്ടിക്കഴിഞ്ഞാ അത് നീയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാ നിനക്ക് തരാതിരിക്കോ മോളെ? അത് ശരിയാ. ആയിക്കോട്ടെ അമ്മ, അത് വിട്ടേക്ക്. ആ പൂജാമുറിയിൽ ഉണ്ടാവേണ്ട ആവനിയുടെ ആ മാരേജ് സർട്ടിഫിക്കറ്റ് അതെവിടെ പോയി? ആ പെട്ടി ഇങ്ങോട്ടെടുക്കും മോളെ.
പൂജാമുറി മൊത്തം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പോലും സർട്ടിഫിക്കറ്റ് ശ്രദ്ധയിൽ പെടാത്തതെന്താ? എന്തൊരു മായ ഇത്!